എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒന്നാണല്ലോ ഷുഗർ. എത്ര വലിയ ഷുഗർ ഉള്ളവർക്കും നോർമലാക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ഔഷധമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മരുന്ന് പതിവായി കഴിക്കുന്നവരും ഉണ്ടാകാം, അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നവരും ഉണ്ടാകാം. ഇതിന് നമുക്ക് വേണ്ടത് മുറ്റത്തും പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഈ മുക്കുറ്റിയാണ്. മുക്കുറ്റിയുടെ നീരും നറുനെയ്യും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്ഥിസ്രാവം മാറ്റുന്നതിനും, അതുപോലെ പ്രസവാനന്തരം സ്ത്രീകൾ മുക്കുറ്റിയുടെ ഇലയും ശർക്കരയും പച്ചരിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടാനും ഗർഭാശയം ശുദ്ധിയാകാനും ഏറെ സഹായിക്കുന്നു. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനു ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ഇനി നമ്മൾക്ക് പെട്ടെന്നൊരു പനി വന്നാൽ മുക്കുറ്റി അരച്ച് അതിൻ്റെ നീര് നെറ്റിയിൽ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ പനി മാറിക്കിട്ടുന്നതാണ്. നിത്യ യൗവനം കിട്ടുന്നതിനായി കറ്റാർവാഴ, തഴുതാമ, ബ്രഹ്മി, മുക്കുറ്റി ഇവ 4 ചേർത്ത് സമൂലം അരച്ച് ചെറുതേനിൽ ചാലിച്ച് നെല്ലിക്ക വലുപ്പത്തിൽ നിത്യവും കഴിക്കുന്നത് എന്നും നിത്യ യൗവനത്തോടെ ഇരിക്കാനായി ഹെൽപ്പ് ചെയ്യും. മുക്കുറ്റിയും മഞ്ഞളും തേനും സമം ചേർത്ത് കഴിച്ചാൽ മിക്ക ആൾക്കാർക്കും വയറിലുണ്ടാകുന്ന അൾസർ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. മുറ്റത്തും പറമ്പിലുമെല്ലാം നിലത്തോട് ചേർന്ന് പടർന്നു വളരുന്ന ഈ മുക്കുറ്റി ചെടിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കണ്ടറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അത്ര അങ്ങോട്ട് അറിയാൻ വഴിയില്ല. മഞ്ഞപ്പൂക്കളുള്ള ഈ സസ്യം സ്ത്രീകൾക്ക് പ്രധാനമാണെന്ന് വേണം പറയാൻ. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. നല്ലൊരു വിഷസംഹാരി കൂടിയാണ് മുക്കുറ്റി. തേനീച്ച, കടന്നൽ, പഴുതാര തുടങ്ങിയ വിഷജീവികളുടെ കടിയേറ്റാൽ മുക്കുറ്റി അരച്ച് കടിച്ച സ്ഥലത്ത് പുരട്ടുന്നതും അരച്ച് കഴിക്കുന്നതും വിഷത്തെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നതാണ്. ആയുർവേദ വിധിപ്രകാരം ത്രിദോഷങ്ങളായ വാതം, കഫം, പിത്തം എന്നീ രോഗങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണ്. മുക്കുറ്റി വേരോടെ സമൂലം അരച്ച് തേനിനൊപ്പം കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം കിട്ടുന്നതാണ്. നെഞ്ചിലെ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ മുക്കുറ്റിയുടെ ഇല സമൂലം അരച്ച് കഴിക്കാവുന്നതാണ്. മുറിവുകളിലും പൊള്ളലേറ്റ ഭാഗങ്ങളിലും പുരട്ടുന്നത് നീറ്റലും ചൊറിച്ചിലും കുറയ്ക്കാനും അണുബാധ ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റുന്നതിന് വളരെ നല്ലതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടാൻ മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഏറെ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് മുക്കുറ്റി. അതുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് പോലുള്ള പ്രശ്നങ്ങളും വാതസംബന്ധമായ നീരും വേദനയുമെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഇത് അരച്ച് നെറ്റിയുടെ ഭാഗത്ത് പുരട്ടിയാൽ മൈഗ്രെയിൻ മാറിക്കിട്ടും. അതുപോലെ തന്നെ മൂക്കിലെ ദശ മാറിക്കിട്ടാൻ മുക്കുറ്റിയുടെ കൂടെ നമ്മുടെ കരിഞ്ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകവും അരച്ചിട്ട് കിഴി കെട്ടിയ ശേഷം മൂക്കിൽ ഇടയ്ക്കിടെ വലിച്ചാൽ മൂക്കിൽ ദശ മാറിക്കിട്ടും. പൈൽസിന് ഏറ്റവും നല്ല ഒരു മരുന്ന് കൂടിയാണ് മുക്കുറ്റി. മുക്കുറ്റി വേര് മുതൽ പൂ വരെ ഭാഗം എടുത്ത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു താറാവ് മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി കഴിച്ചാൽ പൈൽസ് മാറിക്കിട്ടുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഷുഗർ നോർമലാക്കാൻ വേണ്ടി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഞാനിവിടെ 4 വലിയ മുക്കുറ്റിയും അതുപോലെ തന്നെ ചെറിയ 4 മുക്കുറ്റിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരിൻ്റെ മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. നമുക്കിവിടെ 2 മുക്കുറ്റിയാണ് വെള്ളം തിളപ്പിക്കാൻ ആവശ്യത്തിന് വേണ്ടത്. വലിയ മുക്കുറ്റി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ മുക്കുറ്റി ആണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഒരാൾക്ക് കുടിക്കാനുള്ള അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണം മതിയാകും. ഈ 2 മുക്കുറ്റി കൊണ്ട് എങ്ങനെയാണ് ഷുഗറിനുള്ള വെള്ളം ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ അളവിന് 2 ഗ്ലാസ് വെള്ളം ആദ്യം എടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് 2 മുക്കുറ്റി വേരോടെ തന്നെ നമുക്ക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം. വെള്ളം തിളച്ച് വന്ന് 2 ഗ്ലാസ് ഉള്ളത് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മുക്കുറ്റി ഇട്ട് വെച്ച വെള്ളം ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇതിലെ കംപ്ലീറ്റ് സത്തും വെള്ളത്തിൽ ഇറങ്ങി വരണം. അതിനുവേണ്ടി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വേണ്ടത്.
അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് അതിന് കളറൊന്നും വരില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ വെള്ളം തിളച്ച് വറ്റി വന്ന് 1 ഗ്ലാസ്സായി വന്നിട്ടുണ്ട്. സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇതിൻ്റെ നീര് ചതച്ച് കഴിക്കുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയ്ക്കൊരു പരിഹാരമാണ്. മുക്കുറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുക്കുറ്റി 25 ഗ്രാം ഇലയെടുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ച് ചെറു ചൂടുപാലിൽ മിക്സ് ചെയ്ത് എന്നും രാവിലെ വെറുവയറ്റിൽ പതിവായി കുടിക്കുകയാണെങ്കിൽ വൃദ്ധന്മാർ പോലും ചെറുപ്പക്കാരെ പോലെ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മുക്കുറ്റി രസായനം വെച്ച് കഴിക്കുകയാണെങ്കിൽ വയസ്സായാൽ പോലും യൗവനം വീണ്ടെടുക്കുമെന്നാണ് പറയുന്നത്. 1 മാസം ഇതെന്തായാലും കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് നോക്ക്. എന്തായാലും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അരിച്ചെടുത്ത മുക്കുറ്റിയുടെ ഈ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഷുഗറൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യാനും നോർമൽ ആക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരും ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നാച്ചുറലായിട്ട് തയ്യാറാക്കിയ ഈ മുക്കുറ്റി വെച്ച് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർ ദിവസവും വെറും വയറ്റിൽ കുടിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ പുതിയ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി, നമസ്കാരം.